നമ്മൾ പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു വരികയായിരുന്ന ചേലക്കരയുടെ രാഷ്ട്രീയത്തിലേക്ക് തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞു വന്നത് വരുന്നതിന് മുൻപ് സരിനുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു പ്രശ്നം സംഭവത്തിലേക്ക് പോകാം. അതായത് സരിന് നേരെ UDF പ്രവർത്തകർ അധിക്ഷേപിച്ചു, മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, എപ്പോഴുണ്ടായ സംഭവമാണ്? ഈ റിസൾട്ട് വന്ന ശേഷം സരിൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണോ? എവിടെയാണ് സംഭവം നടന്നത്? എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ 2 തവണയുള്ള തെരഞ്ഞെടുപ്പിലേതുപോലെയല്ല, ഇത്തവണ രാവിലെ തന്നെ, അതായത് വോട്ടെണ്ണൽ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരുന്നു. അതായത് നഗരസഭയിൽ BJP പ്രതീക്ഷിച്ചത്ര ലീഡ് നേടിയിട്ടില്ല. ഒരുപക്ഷെ BJP ലീഡിൽ നിൽക്കുമ്പോഴും ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നേരത്തെ തന്നെ UDF പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരുന്നു. ആ ആഘോഷം വളരെയധികം നേരം, അതായത് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ആരംഭിച്ച ആഘോഷം വോട്ടെണ്ണൽ കഴിയുന്നതുവരെയും തുടർന്നിരുന്നു. ഓരോ ഘട്ടത്തിലും UDF പ്രവർത്തകരുടെ എണ്ണവും കൂടി വന്നു. ഏറ്റവും ഒടുവിൽ വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷമാണ് സരിൻ കൗണ്ടിംഗ് സെന്ററിന് പുറത്തേക്ക് വന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് 5ാം റൗണ്ട് എണ്ണി പൂർത്തിയാക്കിയാൽ പുറത്തേക്ക് വരുമെന്നായിരുന്നു സരിൻ അറിയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം പുറത്തേക്ക് വന്നത് വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷമായിരുന്നു. ഇതിനോടകം UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം വലിയ തരത്തിൽ ആയിരുന്നു. ആ ഘട്ടത്തിലാണ് സരിൻ പ്രധാന ഗേറ്റ് ഒഴിവാക്കി. അതായത് വലിയ തരത്തിൽ പോലീസ് സുരക്ഷയുണ്ടായിരുന്നു. എന്നാൽ പോലും UDF പ്രവർത്തകർ ഒന്നാകെ ഈ ഗേറ്റിന് മുൻവശം, പ്രധാന ഗേറ്റിന് മുൻവശം തമ്പടിക്കുന്ന നിലയായിരുന്നു. ഇതോടെയാണ് പോലീസ് പ്രധാന ഗേറ്റ് ഒഴിവാക്കി അപ്പുറത്തെ വഴിയിലൂടെ സരിനെ പുറത്തേക്ക് ഇറക്കിയത്. ഈ സമയത്തും UDF പ്രവർത്തകർ സരിനെ കൂക്കി വിളിച്ചായിരുന്നു ഈ ആഘോഷ പ്രവർത്തനം നടത്തിയത്. കൂക്കിവിളി ഏതാനും സമയം മാത്രമല്ല നീണ്ടുനിന്നത്. ഇവിടെ നിന്ന് കൗണ്ടിംഗ് സെന്ററിൽ നിന്നിറങ്ങി DC-യിലേക്ക് നടന്നാണ് സരിൻ പോയത്. ഈ നടക്കുന്ന വഴിയിലുടനീളം UDF പ്രവർത്തകർ സരിനെ കൂക്കി വിളിച്ചിരുന്നു. ശേഷം DC-ക്ക് മുന്നിൽ, അതായത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ CPM പ്രവർത്തകർ, അവിടെ സംഘടിച്ചിരുന്ന CPM പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഒരു വാക്കുതർക്കത്തിലേക്കും എത്തി. ഈ ഘട്ടത്തിൽ, അതായത് ഈ കൂക്കിവിളി തുടരുന്ന ഘട്ടത്തിൽ എല്ലാവരോടും കൈവീശി കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് സരിൻ DC-യിലേക്ക്, അതായത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഏതാണ്ട് 300 മീറ്ററോളം ദൂരം UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിനിടയിലൂടെ നടന്നുപോയത്. എന്നാലും പോലീസിന്റെ കനത്ത സുരക്ഷയിലായിരുന്നു സരിൻ കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോയത്. എന്നിട്ടും ചില ഘട്ടങ്ങളിൽ UDF പ്രവർത്തകർ അതിരുവിടുന്ന സ്ഥിതിയും ഉണ്ടായി. ഇതോടെയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിലൊരു സംഘർഷ സാധ്യത ഉടലെടുത്തത്. ഉടനെ തന്നെ പോലീസ് എത്തി ഇരുവിഭാഗത്തെയും ശാന്തരാക്കുകയായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരോട് ശാന്തരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. തുടർന്നാണ് വലിയൊരു സംഘർഷം ഒഴിവായത്.